Sari sisters. Sari sisters. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു ഓണം വ്ലോഗാണ് ഇവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ഓണം. അപ്പോൾ ഞങ്ങളിനി അത്തപ്പൂ ഇടുവാണ്. പപ്പയും മമ്മിയും പൂക്കളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ഓണമൊക്കെ അല്ലേ, നമുക്ക് അത്തപ്പൂക്കെ ഇട്ട് കളറായി ഒന്ന് സെറ്റായി ഫോട്ടോസൊക്കെ എടുക്കണ്ടേ. മമ്മിയും പപ്പയും അവിടെ കിച്ചണിൽ കുറച്ച് പരിപാടിയും കറിവെപ്പും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങളപ്പോൾ അത്തപ്പൂവും കാര്യങ്ങളുമാണ്. അത് കഴിഞ്ഞിട്ട് പായസമൊക്കെ വെക്കണം. ഒരുമിച്ച് വ്ലോഗ് എടുക്കാനൊക്കെ വിചാരിക്കുന്നു. പറ്റുന്നത്ര ഞങ്ങളിതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അതെ, അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളിനി നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു അത്തപ്പൂവിന് നമുക്കൊരു ഡിസൈൻ വേണം. അപ്പോൾ നമ്മൾ കുറച്ച് അത്തപ്പൂ ഡിസൈൻസ് ഒക്കെ സെലക്ട് ചെയ്ത് അത് വരയ്ക്കാൻ പോകാം. അപ്പോൾ കേസ് ഞങ്ങൾ ഇവിടെയാണ് അത്തപ്പൂ ഇടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ദേ ഈ കാണുന്ന ഹോളിൽ. അപ്പം ഞങ്ങൾ താഴോട്ട് പോവുകയാണ് അത്തപ്പൂ ഇടാൻ വേണ്ടി. ഞങ്ങൾ കുറേ ഡിസൈൻ നോക്കിയെങ്കിലും ആദ്യത്തെ ഒരു ലെയർ ഞങ്ങളൊരു ഡിസൈൻ നോക്കി ഇട്ടു. പക്ഷേ പിന്നെ ഞങ്ങൾ ബാക്കി ഞങ്ങളുടേതായ ഒരു ഐഡിയ വെച്ചാണ് ഇട്ടത്. അങ്ങനെ ഏകദേശം ഇത് സെറ്റായിട്ടുണ്ട്. പക്ഷേ ഈ ടൈൽസിലിട്ടുകൊണ്ട് വലുതായിട്ട് തെളിഞ്ഞൊന്നുമില്ല. പിന്നെ ഞങ്ങളുടേതായ ഒരു രീതിയിൽ ഞങ്ങളൊരു ഐഡിയ വെച്ചും കിട്ടും. അപ്പം പിന്നെ ഒട്ടും വെച്ച് താമസിച്ചില്ല, ഞങ്ങൾ അങ്ങോട്ട് പൂവെല്ലാം അങ്ങോട്ട് എടുത്തു. ഒരു ന്യൂസ് പേപ്പറിൽ നമ്മൾ വേണ്ടുന്ന പൂവൊക്കെ എടുത്ത് പൂ ഇങ്ങനെ ഇരുത്തിടാൻ തുടങ്ങി. ചടപടയിൽ അങ്ങ് ഇരുത്തിട്ട് വേഗം അങ്ങ് പൂക്കളം കംപ്ലീറ്റ് ആക്കാനായിരുന്നു ഞങ്ങളുടെ പരിപാടി. ഓക്കെ, പൂവെല്ലാം നമ്മുടെ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി അത്തപ്പൂ ഇടാം. ഈ കാണുന്നതൊക്കെയാണ് നമ്മൾ അത്തപ്പൂ ഇടാൻ പോകുന്ന പൂക്കൾ. ഇതൊക്കെ നമ്മുടെ പപ്പയും മമ്മിയും വളരെ കഷ്ടപ്പെട്ട് എവിടുന്നൊക്കെ ഒപ്പിച്ചും കുറച്ചൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചും കൊണ്ടുവന്നതാണേ. പിന്നെ ഞങ്ങൾ ഒട്ടും താമസിക്കാതെ അത്തപ്പൂ അങ്ങ് ഇടാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ അത്തപ്പൂക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങളൊരു ചെറിയ വിളക്കൊക്കെ കത്തിച്ച് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ ഓണം ആഘോഷിക്കുന്നത്. എപ്പോഴും ഞങ്ങൾ കസിൻസൊക്കെ ആയിട്ട് മമ്മിയുടെ വീട്ടിലായിരിക്കും ഓണം ആഘോഷിക്കുന്നത്. ഇത്തവണ എല്ലാവരും പലയിടത്തായതുകൊണ്ട് ഞങ്ങളങ്ങ് വീട്ടിൽ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ പൂക്കളം ഞങ്ങൾ സെറ്റാക്കി കഴിഞ്ഞു. പിന്നെ അതിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ റെഡി ആവാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കോസ്റ്റ്യൂം. അപ്പോൾ ഞങ്ങൾ മാല കാര്യങ്ങൾ കമ്മലൊക്കെ കുറേ സെറ്റാക്കി വെച്ചതൊക്കെ ഇങ്ങനെ എടുത്തൊക്കെ നോക്കുമായിരുന്നു. പിന്നെ ഇങ്ങനെ ഇട്ടൊക്കെ കൊടുത്തു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. അതിനുശേഷം വള എടുത്തു വിടുകയായിരുന്നു. വള പക്ഷേ ഇടാൻ പറ്റിയില്ല. അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ ഉന്തി കയറ്റി. അങ്ങനെ ഞങ്ങൾ റെഡിയായി ഗൈസ്. ഞങ്ങളുടെ ലുക്ക് എങ്ങനെയുണ്ട്? അപ്പം നമ്മൾ അത്തപ്പൂ ഒക്കെ ഇട്ട് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട്. അതെ, ഇനി നമ്മൾ മെയിൻ ഒരു കാര്യം ഉണ്ടാക്കാൻ വേണ്ടി പോവാ. എന്തുണ്ടാക്കുന്നത്? പായസം ഉണ്ടാക്കാൻ പോവാണ്. ഏത് പായസ? അടപ്രഥമൻ. എന്നാ നമുക്ക് ഇന്ന് കിച്ചണിലേക്ക് പോയി അടപ്രഥമൻ ഉണ്ടാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. എങ്ങനെയുണ്ട് ഞങ്ങളുടെ പൂക്കളം? ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഒരു വെറൈറ്റി ആയി പ്രാവശ്യം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഈ നമുക്കെല്ലാം ഓണസദ്യ കഴിച്ചാലോ? അപ്പോൾ സദ്യയും പായസമൊക്കെ റെഡിയായി. ഇനി വേറെ പരിപാടി ഒന്നുമില്ല. നന്നായിട്ട് വിശന്നിരിക്കും. മാത്രമല്ല ഓണാകുമ്പോൾ ഓണസദ്യ കഴിക്കാം. എന്താഘോഷം! ഹാപ്പി ഓണം. പിന്നെ മമ്മിയുടെയും പപ്പയുടെയും കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാണുന്ന. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. ഓക്കെ, ഇനിയിപ്പോൾ കാണാൻ പോകുന്നത് ഞങ്ങൾക്ക് കിട്ടിയ ഓണക്കോടിയാണേ. പൊതുവേ ഞങ്ങളങ്ങനെ ഓണത്തിന് ഡ്രസ്സും കാര്യങ്ങളും എടുക്കാറില്ല. പക്ഷെ ഞങ്ങൾക്കിത് ഗിഫ്റ്റ് കിട്ടി കേട്ടോ. ആരാ തന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ പപ്പയും അമ്മയാണ് ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇട്ട് ജസ്റ്റ് അതിൻ്റെ ഒരു ഗെറ്റ് റെഡി പോലെ എടുക്കുമായിരുന്നു. പിന്നെ അതിന് ശേഷം കുറച്ച് റീൽസും ഫോട്ടോസും ഒക്കെ എടുത്തു. അപ്പോൾ ഞങ്ങളുടെ ഫൈനൽ ലുക്ക് കണ്ടാലോ? ഇതാണ് ഗേസ്. അപ്പോൾ ഞങ്ങളുടെ ഫൈനൽ ലുക്ക്. ഞങ്ങൾക്ക് ഈ ഡ്രസ്സ് ഒരുപാട് ഇഷ്ടമായി. ഞങ്ങൾക്ക് ഇല്ലാത്ത 2 കളേഴ്സ് തന്നെയാണ് ഇത്. പിന്നെ ഞങ്ങളുടെ കമ്മലാണിത്. പിന്നെ ഇത്രയൊക്കെ ഒരുങ്ങിയ സ്ഥിതിക്ക് ഇതൊക്കെ ഒന്ന് കാണിക്കണ്ടേ? അപ്പോൾ ഈ വർഷത്തെ ഓണം തന്നെ സൂപ്പറായിരുന്നു. മാത്രമല്ല ഞങ്ങളുടെ വീട്ടിലുള്ള ഞങ്ങളുടെ ആദ്യത്തെ ഓണമായിരുന്നു. എല്ലാം കൊണ്ട് ഓണം പൊടിപ്പൊളിച്ചു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഡു വാച്ച് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ഓണം.